രാജനും വിജയനും ഒക്കെ എത്ര വലിയ കള്ളന്മാരാണ് എന്നതിന് ഇതിൽ വലിയ തെളിവ് വേണോ? റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളമല്ലാണ്ട് പിന്നെ സോഡാ സർബത്താകുമോ? കള്ളന്മാര് #. രാഹുൽ മാങ്കൂട്ടം അങ്ങനെ അടുത്ത കള്ളം കൂടി പൊളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി തെളിവ് സഹിതം ഈ റോഡിൽ വീണ വെള്ളം ശേഖരിക്കുന്ന ചിത്രമടക്കം ആ കുപ്പി പിണറായി വിജയൻ നിയമസഭയിൽ ഉയർത്തി കാണിക്കുന്ന ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന AIYF സമരത്തിന് നേരെ ജലപീരങ്കി ഉപയോഗിച്ചപ്പോൾ അത് കക്കൂസ് മാലിന്യ ടാങ്കിലെ വെള്ളമാണെന്ന് ആരോപിച്ച രാജനും കൂട്ടർക്കൊക്കെ വല്ലാതെ മൂലം കടച്ചിലിളകിയിരിക്കുകയാ. ഒരു രക്ഷയില്ല. വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ജനം അടിച്ച് മൂലക്കിരുത്തി കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഫലമായിട്ട് ജനം അടിച്ച് മൂലക്കിരുത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ്റെ ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ 10-15 ആൾക്കാരാണ് തോറ്റത്. തോൽവി എന്ന് പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടി. ഇനി CPM കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. CPM ആകെ 26 അംഗങ്ങൾ മാത്രമാണ് കേരളത്തിൻ്റെ നിയമസഭയിലുള്ളത്. മനസ്സിലായില്ലേ? ആകെ 26 പേര് മാത്രം. അത്രയും ദയനീയമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കൂട്ടം. ആ കൂട്ടം കടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പോൾ കാര്യമായിട്ട് പറയാനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനോ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും കയ്യിലില്ല. മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കണമല്ലോ. രാഷ്ട്രീയമാണല്ലോ, നിയമസഭയിലാണല്ലോ, എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കണമല്ലോ, അല്ലാതെ വേറെ വഴികളില്ലല്ലോ. അങ്ങനെ അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ ഇങ്ങനെ ചളിവെള്ളം വാരിയും കക്കൂസിലെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവന്നും ഒക്കെ വലിയ ഈ സ്റ്റണ്ടുകൾ, ഡ്രാമകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? എന്ത് സംഭവവും രാവിലെ ആയി വൈകുന്നേരം ആകുമ്പോഴേക്കും പൊളിയും. എല്ലാം പൊളിഞ്ഞിട്ടുണ്ട് ഇതുവരെ. അതിവർ ഈ പറയുന്ന ഭരണത്തിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തായപ്പോഴും ഇത് തന്നെ അവസ്ഥ. രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ പൊളിഞ്ഞ് വീഴുന്ന, ചീട്ടുകൊട്ടാരം പോലെ പൊളിയുന്ന അവസ്ഥയാണ്. പൊളിക്കുന്നതാണ്. കാരണം വളരെ കൃത്യമായിട്ട് ഇതിലേക്ക് ഗണ്ണിക്കാൻ നിയമസഭയ്ക്ക് പുറത്ത് ഒരു വലിയ സന്നാഹം തന്നെ UDF ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അത് ഇത്രയും കാലം കാണാത്ത ഒന്ന്. അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അല്ല, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് UDF ആർജിച്ച ഒരു മേഖലയാണിതെന്ന് പറയുന്നത്. സഭയ്ക്ക് പുറത്ത്, സഭക്കകത്തല്ല, സഭയ്ക്ക് പുറത്ത് ഒരു സംഘം എല്ലാ പച്ചക്കള്ളങ്ങളെയും പൊളിക്കാൻ എല്ലാ സർവസന്നാഹങ്ങളോടുകൂടി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോന്ന് പൊളിയാണ്. ഇപ്പോൾ പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് വന്ന് നിങ്ങൾ കണ്ടതല്ലേ, PK ശ്രീമതിയൊക്കെ പോലത്തെ ഓരോ ഫ്രോഡുകൾ വന്നിട്ട് 9 മണി മുതൽ 9 മണി വരെ പോരാ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ആ പറയണമെങ്കിലുള്ള ഒരു ഗഡ്സ്. അങ്ങനെ 9 മണി മുതൽ 9 മണി വരെ എന്നുള്ള ഒരു ടൈം ലിമിറ്റ് എങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ലതാനും. എന്നിട്ടും പറയാണ് 9 മണി മുതൽ 9 മണി വരെ പോരാ. അപ്പം പുതിയ വ്യാജങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യാജങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDF സർക്കാർ അധികാരത്തിൽ വന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസമായി മുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസം ആയിട്ടില്ല. ഇത് പറയുന്നത് എപ്പോഴാ? ജൂൺ 16 ഇങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ പറയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നു, 2 മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ ഈ പ്രിയദർശിനി വന്നപ്പോൾ 9 മണി മുതൽ 9 മണി വരെ പോരാ. ഓർഡിനറി ബസ്സൊക്കെ സിറ്റി ഫാസ്റ്റ് ആക്കി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പച്ച നുണകൾ ഉണ്ടാക്കിയെടുത്ത് അതിന് മുകളിൽ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? യാഥാർത്ഥ്യങ്ങളുടെ മുകളിൽ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. വിഷയം വേണ്ടേ? വിഷയദാരിദ്ര്യം വലിയ വിഷയമാണ്.
പിണറായി വിജയനെയും കൃമികീടങ്ങളെയും സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. ഒരു യാഥാർത്ഥ്യം, എന്തെങ്കിലും ഒന്ന് സർക്കാർ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞൊരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അപ്പോൾ ശബ്ദമുയർത്താൻ കഴിയുന്നില്ല. അപ്പോൾ എന്താ പിന്നെ പരിപാടി? ഒന്നും കിട്ടാതെ വരുമ്പോൾ പച്ച നുണകൾ ഉണ്ടാക്കുക. ഇപ്പം നിങ്ങൾ നോക്കൂ, റോഡിലെ ചെളിവെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ട് പറയാണ് ചെളിവെള്ളമാണ് അടിച്ചത്. അവര് ഒരു ഇതുണ്ടല്ലോ, കൃത്യമായിട്ട് CPM ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നെ എന്താണ്, നമുക്ക് വിഷയം വല്ലാതെ ദാരിദ്ര്യമായിരിക്കും, സബ്ജക്റ്റ് ഉണ്ടാവില്ല, പ്രതിഷേധിക്കാനുള്ള ഒരു വക പോലും ഉണ്ടാകില്ല, ശബ്ദമുയർത്താനുള്ള ഒരു വക പോലും ഉണ്ടാകില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും വരുന്നത് വരെ കാത്തിരിക്കാനാണ് തീരുമാനമെങ്കിൽ വാ മൂടിക്കെട്ടി ഇരിക്കേണ്ടി വരും. പിന്നെ എന്ത് വേണം? നമ്മൾ ഉണ്ടാക്കണം, വിഷയം ഉണ്ടാക്കണം, പച്ച നുണകൾ വെച്ചുകൊണ്ട് വിഷയം ഉണ്ടാക്കണം. അങ്ങനെ പച്ച നുണകൾ പടച്ചു വിട്ടാൽ മാത്രമേ നമുക്ക് വാ തുറക്കാനെങ്കിലും ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സതീശനാണ് മുഖ്യമന്ത്രി കസേരയിലെ, സതീശൻ തന്നെയാണ് ധനമന്ത്രിയും, സതീശൻ തന്നെയാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ എല്ലാം. അപ്പം അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും കാര്യമായിട്ട് സതീശനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചുട്ട അടി നല്ല നെരിപ്പായിട്ട് കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ടും വല്ലാതെ യാഥാർത്ഥ്യങ്ങളെ തൊട്ട് അല്ലെങ്കിൽ സത്യങ്ങളെ തൊട്ട് അങ്ങ് മാറി നിൽക്കുന്നതാണ് നല്ലത്. അതിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സതീശൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറി പച്ച നുണകൾ ഉണ്ടാക്കി വ്യാജങ്ങൾ സ്വയമേ സൃഷ്ടിച്ച് ആ വ്യാജങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് CPMൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യാജങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? സാധാരണ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയെ ആയിരുന്നു ഇത്രയും കാലം അവലംബിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ AKG സെൻറ്ററിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം അവിടെ നിന്നെടുത്ത് പറിച്ചു മാറ്റി നേരെ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ഒരു വ്യാജങ്ങളുടെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ അവിടെ നിന്നാണ് ഈ വ്യാജങ്ങൾ സോഴ്സ് എന്ന് പറയുന്നത്, അവിടെ നിന്നാണ് ഈ റിപ്പോർട്ടർ TVയിൽ നിന്ന്. അവിടെ നിന്ന് ഈ സോഴ്സ് കാര്യങ്ങൾ പുറത്തേക്ക് വരും, പുറത്തേക്ക് വരും. ഇപ്പം നമ്മളൊരു വിത്തിട്ടാൽ അതിങ്ങനെ മുളച്ച് വരുന്നത് കണ്ടില്ലേ? മണ്ണിങ്ങനെ മെല്ലെ മാറി അതിങ്ങനെ മുള പൊട്ടി ഇങ്ങനെ ഒരു ഒരു അറ്റം ഇങ്ങനെ പുറത്തേക്ക് വന്ന് പിന്നെ ഇങ്ങനെ അത് വളർന്ന് പന്തലിക്കും. അതുപോലെ ഈ സോഴ്സ് എന്ന് പറയുന്നത് റിപ്പോർട്ടർ TVയാണ്. AKG സെൻറ്റർ ആയിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമെങ്കിൽ ഇപ്പം അത് മാറ്റിയിട്ട് റിപ്പോർട്ടർ TVയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത്. പക്ഷെ സഖാക്കൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇതിപ്പോൾ വലിയ കാര്യം എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്നത് ഒരു നടപടിയല്ല. ശരിക്കും അതിനൊരു നടപടി എന്ന് പറയാൻ പറ്റൂല. പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്നത് ഒരു തന്ത്രപ്രധാനമായ ഒരു വലിയ നീക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പറയില്ലേ, ഈ പറയുന്ന ചില രഹസ്യ ഏജന്റുമാരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വലിയ ഐഡൻറ്റിറ്റിയും നമ്മുടെ വേഷവും നമ്മുടെ രൂപവും ഒക്കെ മാറി. ഇപ്പം നിങ്ങൾ അജിത് ഡോവലിൻ്റെ ഒരു പഴയ കഥ കേട്ടിട്ടില്ലേ? പാകിസ്ഥാനിൽ പോയി 6 വർഷക്കാലത്തോളം അങ്ങനെ എന്തോ വർഷങ്ങളോളം താമസിച്ച് പാകിസ്ഥാൻകാരനായി അവിടെ നിന്ന് വിവരങ്ങൾ ചോർത്തി എന്നൊക്കെയുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ വേഷം മാറി കൂട്ടത്തിൽ ഒരുത്തനായി ഒക്കെ നിന്നുകൊണ്ട്? അപ്പം അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ശരിക്കും പാർട്ടി ഒരു നടപടിയല്ല, അതൊരു തന്ത്രപ്രധാനമായ ഒരു നീക്കമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളെ പ്രതിരോധിക്കേണ്ടത് നിയമസഭക്കകത്ത് വെച്ചുകൊണ്ടല്ല, അതിനെ നിയമസഭയ്ക്ക് പുറത്ത് വെച്ചുകൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ അതിന് ഒരാൾ വേണം. ആ ആള് നല്ല സെറ്റപ്പുള്ള ആളായിരിക്കണം, എല്ലാത്തിനും ഗണ്ണിക്കാൻ കഴിയുന്ന ഇരുതല മൂർച്ചയുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം പുറത്തുള്ളത്. ആ പുറത്തുള്ള വ്യക്തി എന്നാൽ വേറെ ഒരു പരിപാടിയിലും ആ ചങ്ങാതി എൻഗേജ്ഡ് ആകാൻ പാടില്ല, ബിസി ആകാൻ പാടില്ല. ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ വ്യാജങ്ങളെ പൊളിക്കാൻ വേണ്ടി മാത്രം ഒരാൾ പുറത്തുണ്ടാകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇപ്പം കാഴ്ചക്ക് എന്താ തോന്നുക? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി, ഇവനെ നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇവനെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവൻ പാർട്ടിക്ക് പുറത്താണ്. അപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട എന്ന്
ഓഫ് കോഴ്സ് എതിർ ചേരിയിൽ നിൽക്കുന്നവർ തീരുമാനിക്കൂ. അപ്പം അങ്ങനെയാകുമ്പോൾ ആ വ്യക്തിക്ക് വ്യാജങ്ങളെ പൊളിച്ചെടുക്കുക എന്നുള്ള ജോലി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യങ്ങളിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയും. ഇപ്പം രാഹുൽ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ മതി. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതൽ എല്ലാവരും പറഞ്ഞത് എന്താ? രാഹുൽ മത്സരിച്ചില്ല, സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ രാഹുൽ പാർട്ടിയെ വെല്ലുവിളിക്കും, പാർട്ടിയെ മറികടന്ന് സ്വതന്ത്രനായി മത്സരിക്കും, ആനയാക്കും, ചേനയാക്കും, അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും ഒക്കെ പറഞ്ഞ് അയാൾ ഒന്നിനും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രാഹുലിനോട് ചോദിച്ചാൽ എന്താ പ്രചരണത്തിനൊന്നും ഇറങ്ങാത്ത? രാഹുൽ പ്രചരണത്തിനൊന്നും ഇറങ്ങിയില്ല. എന്നാൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ഒരു 8-10 ദിവസം അതാ മോനെ വരുന്ന സോഷ്യൽ മീഡിയയിൽ രാഹുൽ എനിക്ക് തോന്നുന്നു 140 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് പങ്കെടുത്ത് പരിപാടികളിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ കഴിയാത്ത ഇമ്പാക്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ അയാളുടെ വീട്ടിലിരുന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ 10 ദിവസം അയാൾ അങ്ങോട്ട് പൊളിച്ചടക്കി. എന്നിട്ട് ഈ ഏപ്രിൽ 8-ാം തീയതി വൈകുന്നേരം 6 മണിയായപ്പോൾ ഏറ്റവും ആവനാഴിയിലെ അവസാന അസ്ത്രം അയാൾ പുറത്തെടുത്തു. എന്തുകൊണ്ട് UDF നിങ്ങൾ വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് പിണറായി വിജയനെ അടിച്ച് താഴെ ഇറക്കണം എന്നതിനൊരു 50 കാരണങ്ങൾ ചുരുങ്ങിയത് ഞാൻ പറയൂ. ഞാൻ എണ്ണിയതാണ്, 50-ൽ മുകളിലുണ്ട്. അപ്പോൾ 50-ൽ കുറയാത്ത കാരണങ്ങൾ അയാൾ നിരത്തി. അങ്ങനെ ഒരു വലിയ പ്രചരണം അല്ലെങ്കിൽ ഒരു വലിയ സോഷ്യൽ മീഡിയ യുദ്ധം അയാൾ എന്താക്കി? സോഷ്യൽ മീഡിയയിലൂടെ നടത്തി. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പും റിസൾട്ട് വന്നതിന് ശേഷവും, ഗവൺമെൻറ് വരുന്നതിന് മുമ്പും ഗവൺമെൻറ് വന്നതിന് ശേഷവും, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ ഓരോ വ്യാജങ്ങളിലും അതിൽ ഈ പറയുന്ന ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഉണ്ടായ വിവാദങ്ങളിൽ എല്ലാത്തിനെയും പൊളിച്ചെടുക്കാൻ രാഹുലുണ്ടായി. ഇപ്പം ഏറ്റവും അവസാനം റീസെൻ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രിയദർശിനിയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സഖാക്കളുടെ വ്യാജങ്ങളെ പൊളിച്ചടക്കി. ഇപ്പോൾ ദാ ഇന്ന് പിണറായി വിജയനും സംഘവും റോട്ടിലെ ചെളിവെള്ളം വാരി കൊണ്ടുവന്നിട്ട് ഇതാണ് ഞങ്ങൾക്ക് നേരെ അടിച്ചതെന്ന് പറഞ്ഞ ആ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ പ്രതിപക്ഷ സമരങ്ങൾക്ക് നേരെ പനിനീർ തെളിച്ച വിജയൻ്റെ വ്യാജവും പൊളിച്ചടുക്കി. അപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് വ്യാജ പ്രചരണങ്ങൾ. എന്താ കാര്യം മറ്റൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ ചാരി നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉയർത്താനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാനോ ഒന്നിനും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് പിണറായി വിജയനുണ്ട്. ആ വിജയൻ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്താക്കുന്നത്, ഇങ്ങനെ വ്യാജങ്ങൾക്ക് പുറത്ത് ചൂട്ടുപിടിച്ചുകൊണ്ട് വ്യാജങ്ങൾ സ്വയമേ നിർമ്മിക്കുക. അതിനും ഒരു ഭയങ്കര മിടുക്കന്മാരാണല്ലോ. പണ്ട് മുതലേ വ്യാജങ്ങൾ ഉണ്ടാക്കാൻ, പച്ച നുണകൾ പടച്ചുവിടാൻ വലിയ മിടുക്കരാണ്. അപ്പോൾ ആ വ്യാജങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വിവാദങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കോൺഗ്രസ് എടുത്ത ഒരു തന്ത്രപ്രധാനമായ തീരുമാനം അതായിരുന്നു, രാഹുൽ തൽക്കാലം മറ്റൊന്നിനും വേണ്ട, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട, പൊതുവേദികളിൽ വരരുത്, സംസാരിക്കേണ്ട, ഒന്നും വേണ്ട, മറിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ വ്യാജങ്ങളെ പൊളിച്ചെടുക്കുന്നവനായിരിക്കണം എന്നുള്ള ആ ഒരു വലിയ പോരാളിയായിട്ട് രാഹുലിനെ നിയമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് കൃത്യമായിട്ട് ഈ സതീശൻ്റെ ഓരോ തന്ത്രങ്ങളാണിത്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം ഇതിൽ വലിയ സത്യസന്ധതയും വലിയ മാന്യതയും മര്യാദയും മാത്രം കാണിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നടക്കില്ല. കാരണം എന്താ, ഇപ്പുറത്ത് നെറികെട്ട വർഗങ്ങളാണുള്ളത്. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണമെന്ന് പറയില്ലേ, അതുപോലെ ഇവന്മാരുടെ വ്യാജങ്ങൾ പൊളിച്ചെടുക്കണമെങ്കിൽ അത്ര തന്നെ തന്ത്രപരമായ നീക്കങ്ങൾ നമ്മൾ നടത്തണം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് രാഹുലിനെ ഇങ്ങനെ വ്യാജങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറുഭാഗത്ത് നിർത്തിയിരിക്കുന്നത് കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്നലെ മുതൽ ഈ പച്ചക്കള്ളങ്ങൾ രാഹുൽ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന വ്യാജങ്ങൾക്ക് മുകളിൽ
കെട്ടിപ്പടുത്തിയ ചീട്ടുകൊട്ടാരമാണ് പിണറായി വിജയനും സംഘവും എന്നുള്ളതാണ്. അത് സഭക്കകത്ത് പൊളിച്ചെടുക്കാൻ അവിടെ ആൺകുട്ടികളുണ്ട്, സഭക്ക് പുറത്ത് രാഹുലിനെ പോലെയുള്ള പോരാളികളുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.